ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം അക്ഷരാർത്ഥത്തിൽ പശ്ചിമേഷ്യയെ വല്ലാത്ത ഭീതിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമമടക്കം തകർന്നു തരിപ്പണമാവുകയും ആഗോള സാമ്പത്തിക മാന്ദ്യവും ഇന്ധന വിലവർധനയും രൂക്ഷമായ വിലക്കയറ്റവും ഒക്കെ അനുബന്ധമായി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള ഭീതി ലോകരാജ്യങ്ങളിൽ ശക്തമായി ഉയർന്നു വരികയാണ്. കാരണം ഇറാൻ്റെ കരുത്ത് ലോകത്തിന് നന്നായി അറിയാം. ഇസ്രായേലും അമേരിക്കയും ഇറാൻ ഉള്ളിലേക്ക് കടന്നു കയറുന്ന വിധത്തിലൊരു വ്യോമാക്രമണം തുടർച്ചയായി നടത്തുമ്പോൾ തീർച്ചയായും അതിൻ്റെ തിരിച്ചടികൾ ഉണ്ടാകും എന്ന് ലോകം കരുതിയതു തന്നെയാണ്. അപ്രകാരം സംഭവിക്കുകയും ചെയ്തു. ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ അതിഭയാനകമായ പ്രത്യാക്രമണങ്ങളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നും കൂടുതൽ ആക്രമണങ്ങൾ രാത്രിയോടെ ഉണ്ടാകുമെന്നും വ്യക്തമായ ഉറപ്പ് ഇറാൻ അല്പസമയം മുമ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ സുരക്ഷിതനാണെന്നും ആയത്തുള്ള അലി ഖാംനെയി സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ ഉണ്ട് എന്നും ഒരു തരത്തിലുള്ള നാശനഷ്ടവും തങ്ങൾക്കുണ്ടായിട്ടില്ല എന്നും ഇറാൻ പ്രതികരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ആദ്യ ആക്രമണം പാളിപ്പോയി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. എന്നാൽ അതേസമയം ഇറാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം നടന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ളൊരു സൈനിക നീക്കം ഉണ്ടായാൽ അതിനെ തങ്ങളൊരു യുദ്ധമായി കാണുമെന്നും തിരിച്ച് യുദ്ധമെന്ന രീതിയിൽ തന്നെ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്നും കൃത്യമായി നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ ഇതൊരു യുദ്ധത്തിൻ്റെ തുടക്കമായി തന്നെ കാണുന്നു. അതിശക്തമായ നിലയിൽ തിരിച്ചടി കൊടുക്കുന്നു. ഇസ്രായേലിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക്, അതായത് ടെല്ലവീവ് അടക്കമുള്ള പല പ്രദേശങ്ങളിലേക്കും തുടർച്ചയായി ഇറാൻ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ആദ്യഘട്ടത്തിൽ നിരവധി മിസൈലുകൾ അയക്കുന്നു. അതിനുശേഷം 2ാം ഘട്ടം എന്ന നിലയിൽ കുറെ കൂടി മിസൈലുകൾ അയക്കുകയാണ്. ഇസ്രായേൽ ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായി എന്നും തങ്ങൾ അതിനെ പ്രതിരോധിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്നും ഇസ്രായേലിൻ്റെ സൈനിക നേതൃത്വം പറഞ്ഞതായി ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ തുടർച്ചയായ ആക്രമണം എല്ലാ കാലത്തും ഇസ്രായേലിന് ഭീഷണിയായിട്ടുണ്ട്. ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയ സമയത്ത് 12 ദിവസമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തിരിച്ചടി കൊടുത്തത്. അന്ന് തിരിച്ചടിക്കാൻ കഴിയാതെ ഇസ്രായേൽ പ്രതിരോധത്തിലായി പോകുന്ന കാഴ്ച ലോകം കണ്ടതാണ്. 12 ദിവസം തുടർച്ചയായി ഇസ്രായേലിലേക്ക് ഇറാൻ 100 കണക്കിന് മിസൈലുകളാണ് ഓരോ ഘട്ടത്തിലും അയച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേലിന് അയൺ ഡോം എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. താഡ്, ആരോ തുടങ്ങി അമേരിക്ക ഇൻസ്റ്റാൾ ചെയ്തു കൊടുത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി ലംഘിക്കുന്ന വിധത്തിൽ 100 കണക്കിന് മിസൈലുകൾ മഴ പോലെ ഇറാൻ അയക്കുകയാണ് പതിവ്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിനുള്ളിലേക്ക് എത്തുന്ന വിധത്തിലേക്ക് നിരവധിയായ മിസൈൽ കൂട്ടങ്ങളെ ഇറാൻ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ആകാശത്ത് തീമഴ ഉണ്ടായി എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും ടെല്ലവീവിന് സമീപമുള്ള പ്രദേശങ്ങളിലടക്കം നിരന്തരമായി സൈറനുകൾ മുഴങ്ങുകയാണ്. ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറിക്കൊള്ളാൻ ഇസ്രായേൽ ഭരണകൂടം പറയുന്നു. അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നു. ഒരു യുദ്ധത്തെ, ഒരു കനത്ത തിരിച്ചടിയെ നേരിടുകയാണ് തങ്ങളെന്ന ബോധ്യം ഇസ്രായേലിന് ഉണ്ടായിരിക്കുകയാണ്. അതേസമയം വടക്കൻ ഇസ്രായേലിൽ പലയിടത്തും വലിയ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായി എന്ന് ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി വിവരമുണ്ട്. അതുപോലെ വടക്കൻ ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. കാരണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായതായി അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം എന്ന നിലയിലേക്ക് പൊടുന്നനെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ തിരിച്ചടിക്കുന്നത് അർദ്ധരാത്രികളിലോ അല്ലെങ്കിൽ പുലർച്ചെ സമയങ്ങളിലോ ആണ്. ആ സമയത്ത് ആകാശത്ത് തീമഴ ദൃശ്യമാകുന്ന വിധത്തിലേക്ക് വലിയ തോതിൽ തുടർച്ചയായി മിസൈലുകൾ വരുന്നത് കാണാൻ സാധിക്കും. അതിനെ അയൺ ഡോം, ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം തകർക്കുന്നത് കാണാൻ സാധിക്കും. അതിനിടയിൽ പല മിസൈലുകളും ഇസ്രായേലിനുള്ളിൽ വീണ് പൊട്ടിച്ചിതറുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ആക്രമണം നടത്തി തൊട്ടു പിന്നാലെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത്തരമൊരു ആക്രമണം ഇറാൻ മുൻകൂട്ടി കണ്ടിരുന്നു.
ഈ ആക്രമണത്തിന് എങ്ങനെ തിരിച്ചടിക്കണമെന്നത് സംബന്ധിച്ച് ഇറാന് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. അതിന് എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കണം, എത്ര നാൾ നീണ്ടു നിൽക്കുന്ന ആക്രമണമായിരിക്കണം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇറാൻ എഴുതി തയ്യാറാക്കി, അല്ലെങ്കിൽ നേരത്തെ തന്നെ രൂപരേഖ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള തുടർച്ചയായ യുദ്ധമായിരിക്കും ഇനി ഇസ്രായേലിന് നേരെ ഉണ്ടാവുക. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, അതായത് ഖത്തറിലും UAE-യിലും ഒമാനിലും കുവൈറ്റിലും ഒക്കെയുള്ള 8 അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും ഇസ്രായേലും ചേർന്നുള്ള സംയുക്ത യുദ്ധമാണ്, സംയുക്ത ആക്രമണമാണ് ഇറാന് നേരെ ഉണ്ടായത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇറാൻ ആദ്യം ആക്രമിക്കുക ഇസ്രായേലിനെ ആയിരിക്കുമെന്ന് വ്യക്തമായിരുന്നു. ആ ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. അതിഭയാനകമായ മാരകമായ ആക്രമണം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് ഇറാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അല്ലെങ്കിൽ പുലർച്ചയോടുകൂടി നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളായിരിക്കും ഇസ്രായേൽ ഏറ്റുവാങ്ങേണ്ടി വരിക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇറാൻ തീരങ്ങളിലുള്ള അമേരിക്കൻ പടക്കപ്പലുകളുടെ അവസ്ഥയും ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. കാരണം ഈ പടക്കപ്പലുകൾ തകർക്കുന്ന വിധത്തിലേക്ക്, ഈ പടക്കപ്പലുകൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്കുള്ള നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കപ്പലുകളും വളരെ അധികം ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന, ഇനിയും തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ആക്രമണത്തോടു കൂടി ഇത്രയും നാൾ നിലനിന്നിരുന്ന അനിശ്ചിതത്വം മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക നിരന്തരമായി ഇറാനെ ആക്രമിക്കും, ഇറാനിൽ അത് ചെയ്യും ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പൊടുന്നനെ അമേരിക്ക തങ്ങൾ ആക്രമിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു. തൊട്ടു പിന്നാലെ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി. ഇസ്രായേലിന് അതിഭയാനകമായ തിരിച്ചടികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരം ഇറാൻ ഇപ്പോൾ തുറന്നിട്ടില്ല. ഇറാൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള, അതായത് ഭൂഗർഭ അറകളിലുള്ള മിസൈൽ നഗരങ്ങൾ ഇറാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഇറാൻ്റെ പക്കലുള്ള ഉപരിതലത്തിലുള്ള സൈനിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ടെലവീവ് അടക്കമുള്ള നഗരങ്ങളെ ഇറാൻ്റെ മിസൈലുകൾ ലക്ഷ്യമിടുന്നുണ്ട് എന്നവർ വ്യക്തമായി കഴിഞ്ഞിരുന്നു. ഇത് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുള്ളതാണ്. തങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാൽ ശക്തമായി പ്രതികരിക്കും എന്ന് ഇറാൻ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വാദങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടെഹ്റാനും ഇസ്ഫഹാനും തകർക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ടെഹ്റാനും ഇസ്ഫഹാനും. ഈ 2 നഗരങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ നീങ്ങുന്നത്. അതോടൊപ്പം ആയത്തുള്ള അലി ഖാംനേയിയെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോവുക തുടങ്ങിയ ലക്ഷ്യങ്ങളും അമേരിക്കയ്ക്കുണ്ട്. എന്തായാലും ആയത്തുള്ള അലി ഖാംനേയി ഭരണകൂടം 4 ദിവസത്തിനുള്ളിൽ വീഴുന്ന വിധത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് 4 ദിവസത്തിനുള്ളിൽ വിചാരിക്കാത്തത് പലതും സംഭവിക്കുമെന്നാണ്. അതിൻ്റെ അർത്ഥം ഈ പറയുന്നത് പോലെയുള്ള ഒരു വലിയ ഭരണമാറ്റം ഇറാനിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായി, തൊട്ടു പിന്നാലെ പ്രത്യാക്രമണം ഉണ്ടായതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുക തന്നെയാണ് എന്നാണ്. റഷ്യയും ചൈനയും ഒക്കെ അടങ്ങുന്ന വലിയ സന്നാഹങ്ങൾ ഇറാൻ്റെ പക്കലുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ്റെ കയ്യിലിരിക്കുകയാണ്. ചെങ്കടൽ ഹൂത്തികളുടെ കൈവശമാണുള്ളത്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഒരു വലിയ ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര വ്യാപാര മേഖലയെ തകർക്കുന്ന വിധത്തിൽ, ലോകത്ത് വലിയ സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ കടുത്ത നടപടികളിലേക്ക് തുടർച്ചയായി ഇറാൻ നീങ്ങിയാൽ തീർച്ചയായും അമേരിക്ക വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഗൾഫ് രാജ്യങ്ങളെ ഇത് വലിയ തോതിൽ ബാധിക്കും. അത്തരമൊരു തരത്തിലേക്ക് ഇത് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ലോകം ആകാംക്ഷയോടെ നോക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു. ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ശക്തമായ മറുപടി ഇസ്രായേലിന് ഇറാൻ കൊടുത്തിരിക്കുന്നു. അത് തുടരുമെന്ന സൂചന കൃത്യമായി ഇറാൻ നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.